സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെയൊക്കെ കൊണ്ടുപോയി നിർബന്ധമായിട്ട് കാണിക്കേണ്ടതാണ്. കാര്യം മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കരള് ഡാമേജ് ആയിട്ട് പോകും, ലിവർ ഡാമേജ് ആയിട്ട് പോകും. ലിവർ ഡാമേജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും. അത് പതിയെ നമ്മുടെ രക്തക്കുഴലുകളിലോട്ട് പോകും. അത് രക്തത്തിൽ അലിഞ്ഞ് പതിയെ നമ്മുടെ തലച്ചോറിലേക്ക് കയറും. തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാലൊക്കെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വരും, കുഞ്ഞുങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഈവൻ കോമ വരെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇൻട്രാക്രീനിയൽ പ്രഷർ, അതായത് അവരുടെ തലച്ചോറിന്റെ പ്രഷർ കൂടി അവരുടെ രക്തക്കുഴലുകൾ വരെ പൊട്ടിപ്പോവാം. അവസാനം അവർക്ക് മരണവും സംഭവിക്കാം. പക്ഷെ നമ്മുടെ നാട്ടില് ഇങ്ങനെ മഞ്ഞപ്പിത്തമൊക്കെ വന്ന് ഇത്രയും സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നുപോയി കോംപ്ലിക്കേറ്റഡ് ആയി മരിക്കുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. കാരണം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ പോലും സാധാരണയായിട്ട് ആശുപത്രിയിൽ പോവാറുണ്ട്. പക്ഷെ ഇവരുടെ കാര്യം നേരെ തിരിച്ചായിപ്പോയി. ഇവർ ഈ 1 വയസ്സുള്ള കുഞ്ഞിനെ ഒരു തവണ പോലും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഇവർ ഇതുപോലുള്ള ആക്യുപങ്ചർ രീതി വഴി ചികിത്സിക്കാൻ നോക്കി. കുഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. കുഞ്ഞിനെ മഴയൊക്കെ നനയിച്ച് കുഞ്ഞിന്റെ മഞ്ഞപ്പിത്തം കുറയ്ക്കുക എന്നുള്ള, അതൊക്കെ എനിക്കറിയില്ല എത്ര പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയാണെന്നുള്ളത്. ആ രീതിയിലൊക്കെ നോക്കി അവസാനം ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് അമിതമായിട്ട് ബിലിറൂബിൻ പോയി, തലച്ചോറിന്റെ പ്രഷർ കൂടി, തലച്ചോറിന്റെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോയി. അതായത് സെറിബ്രൽ ഹെമറേജ് ഉണ്ടായി. അങ്ങനെയാണ് ആ കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത്.